കേരളത്തിലെ ലഹരിയുടെ വിഹാര കേന്ദ്രമായ പെരുമ്പാവൂരിലെ ഓപ്പറേഷൻ തൂഫാനാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡാവുന്നത്. വീഡിയോ വൈറലായതോടെ ആഭ്യന്തരമന്ത്രിയുടെ കമന്റും കയറി കത്തുകയാണ്. നമുക്കറിയാം, ഈ പെരുമ്പാവൂർ ടൗൺ എന്ന് പറയുന്നത് അടുത്ത കാലത്ത് കുപ്രസിദ്ധി ആർജിച്ചു. കാരണം അവിടെ ഈ അതിഥി തൊഴിലാളികളുടെ ഇടയിൽ വ്യാപകമായി ലഹരി വിൽപ്പന നടക്കുന്നു എന്നൊക്കെയുള്ള പരാതികളൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ASPയുടെ നേതൃത്വത്തിൽ അവിടെ വലിയ റെയ്ഡ് നടന്നു. ആ ടൗണിലൊക്കെ ഓടി നടന്ന് ഈ ലഹരി ഉപയോഗിക്കുന്നവരെ, പ്രത്യേകിച്ച് ഈ കഞ്ചാവും MDMA മാത്രമല്ല, നിരോധിത പുകയില ഉൽപ്പന്നങ്ങളൊക്കെ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ എവിടെ നിന്നാണ് വരുന്നതെന്ന് നമ്മൾ അതിശയിച്ചു പോകും. അപ്പോൾ അവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്ന കടകളുടെയൊക്കെ പിൻവശത്തും സ്റ്റെയറുകളുടെ ഇടയിലും ഒക്കെ ഒളിപ്പിച്ചു വെച്ചിരുന്ന അത്തരം ലഹരി വസ്തുക്കളൊക്കെ പിടികൂടുകയും വഴിയെ പോയ ആൾക്കാരെ റാൻഡമായിട്ട് പരിശോധിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പെരുമ്പാവൂർ സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാ പേജിൽ അത് റീലായിട്ട് വന്നത്. അതിന്റെ താഴെയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കമന്റ് ചെയ്തിരിക്കുന്നത്. പെരുമ്പാവൂർ തൂഫാൻ അടിച്ചോ എന്നാണ് ആ കമന്റ്. ആ കമന്റും വൈറലായിരിക്കുകയാണ്. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യം പ്രഖ്യാപിച്ച പദ്ധതി ഓപ്പറേഷൻ തൂഫാനാണ്. അത് കാലികമായൊരു പദ്ധതിയായിരുന്നു. കാരണം കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലമായി യുവാക്കൾക്കിടയിൽ രാസലഹരി അടക്കം വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിലാണ് രമേശ് ചെന്നിത്തല അതിനെ നേരിടാനാണ് ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ട് എന്ന പദ്ധതി ആവിഷ്കരിച്ചത്. അത് കഴിഞ്ഞ കുറേ ദിവസമായി ഈ ലഹരി ഉപയോഗിക്കുന്നവരെയും അത് വിൽക്കുന്നവരെയും ഒക്കെ പിടികൂടുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട സ്രോതസ്സിൽ പോയി അറസ്റ്റ് അടക്കമുള്ള നടക്കാൻ കേരള പോലീസ് ആലോചിക്കുന്നുണ്ട് മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ. ഏതായാലും അത് ഗംഭീരമായി പോകുന്നു എന്നതിന്റെ തെളിവാണ് പെരുമ്പാവൂരിൽ കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡ്.